ഈ ക്യാരറ്റ് കണ്ട് ആരും ഞെട്ടാൻ നിൽക്കണ്ട. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ക്യാരറ്റ് കറിയോ മെഴുക്ക് വരട്ടിയോ അല്ല, ഈ സാധനങ്ങളൊന്നും കറി വെക്കാനുള്ളതും അല്ല. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക, ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്. ആ സ്പെഷ്യൽ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാക്കുന്നതിലാണ് സ്പെഷ്യൽ. അതെ, ഉണ്ടാക്കുന്ന വ്യക്തിയും ഇന്ന് സ്പെഷ്യലാണ്. അതിനായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, സവാള, ചുമന്നുള്ളി, വെളുത്തുള്ളി, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം എല്ലാം സെറ്റ്. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ വേണം. അതെ, ചിക്കനും ഇവിടെ സെറ്റായിക്കൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്നല്ലേ? അതെ, ഈ സാധനമെല്ലാം അരിയാൻ വേണ്ടി 11 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടുകാർ കാശ് മുടക്കി എനിക്കൊരു അരിയുന്ന മെഷീൻ വാങ്ങിച്ചു വെച്ച് തന്നിട്ടുണ്ട്. പക്ഷേ അത് കംപ്ലൈൻ്റ് ആയിരുന്നു സാധനം. എന്താണെന്നല്ലേ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഈ മെഷീൻ പ്രവർത്തിക്കാറുള്ളൂ. റിട്ടേൺ ഓപ്ഷനും ഇല്ല, എക്സ്ചേഞ്ച് ഓഫറും ഇല്ല. അതുകൊണ്ട് കുത്തിയിരുന്ന് ക്യാബേജ് അരിയാണ്. അതെ, എൻ്റെ സ്വന്തം ഭർത്താവ് ഇതുപോലുള്ള സ്പെഷ്യലായിട്ടുണ്ടാക്കുന്ന സാധനങ്ങളിൽ മാത്രമേ അദ്ദേഹം അടുക്കള വഴി വരാറുള്ളൂ. ഓക്കെ, അതും അവിടെ നടക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്നല്ലേ, അതും കാണിച്ചു തരാം. അടുത്ത വ്യക്തി സൺഡേ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. നേരെ ഫ്രിഡ്ജിനകത്തേക്ക്. എന്തിനാണെന്നോ, തലേന്നത്തെക്കുറിച്ച് കേക്ക് ഇരിപ്പുണ്ട്, അത് ചൂണ്ടണം. അത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. അതെ, അത് കുറച്ച് കീറി എനിക്കൂടെ തന്നതുകൊണ്ട് സന്തോഷമായി. അരിഞ്ഞിട്ടേക്കുന്ന കണ്ടാൽ തോന്നും എല്ലാം അച്ചാച്ചൻ അരിഞ്ഞതാണെന്ന്. ചുമ്മാതാണെന്നേ, ഞാനും കൂടെ അരിഞ്ഞു വെച്ചതാ അത്. ഈ മുതൽ പൊക്കിയേക്കുന്ന സാധനമേ അണ്ടിപ്പരിപ്പാണെന്ന് വിചാരിച്ചാൽ അല്ലെന്ന് മനസ്സിലായതേ, കളഞ്ഞിട്ട് അവളവിടെ പാട്ടിന് പോയി. അപ്പോഴും എൻ്റെ പ്രിയതമൻ അരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താ അല്ലേ, ഇട്ട് കഷ്ടപ്പെടുത്തുമല്ലേ ചുമ്മാ. അടുത്ത പരിപാടിക്കായിട്ട് പോയതേ അടുപ്പിൻ്റെ അടുത്തോട്ട്. അടുപ്പിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പുകയാണെന്ന്. പിന്നെ എല്ലാവരുടെയും അടുപ്പിൽ നിന്ന് പുകയല്ലാതെ വേറെ ഏതാണ്ടാണ് വരുന്നത്. എന്നും കിടന്ന് പുകയത്ത് നിൽക്കുന്ന നമ്മളോടോ ബാല അടുപ്പിന് പുകയാണെന്ന്. അടുപ്പിനെ കുറേ ചീത്തയൊക്കെ വിളിച്ച്, എന്നിട്ട് അവിടെ നിന്ന് ചോറ് വേവിക്കുന്നുണ്ടേ. റൈസ് ഉണ്ടാക്കണമെങ്കിലേ ചോറ് വേവിക്കണം. എനിക്കൊന്നും അറിയത്തില്ല, വേണേ ഉണ്ടാക്കാൻ പറഞ്ഞ്. അങ്ങനെ അദ്ദേഹം തന്നെ കഷ്ടപ്പെട്ട് ചോറൂറ്റി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നാളെ ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, നീ ആ ചെറുക്കനെ ഇട്ട് കഷ്ടപ്പെടുത്തുവാണല്ലേ എന്ന്. എന്ത് ചെയ്യാനാ, പാവം എൻ്റെ അച്ചാച്ചൻ പെട്ടുപോയതാ, അല്ല പെടുത്തിയതാ. അപ്പോഴേ പുക കൂടുതലായതുകൊണ്ടേ ഞങ്ങളിതിങ്ങ് ഗ്യാസേ കയറ്റി. ഉരുളിയും പൊക്കിക്കൊണ്ട് നടക്കുന്ന കണ്ടപ്പോഴേ എനിക്കറിയാം ഇതിന്ന് ഗ്യാസേ കയറാനുള്ള മുതലാണെന്ന്. അങ്ങനെ കൊണ്ടുവന്ന ഉരുളി ഗ്യാസേ വെച്ചിട്ടേ ആദ്യമായിട്ട് കുറേ നെയ്യ് ഒഴിച്ചിട്ടേ അതിനകത്തോട്ട് ബീൻസ് ഇട്ട് കൊടുത്തിട്ട് ഒറ്റ ഡയലോഗ്, പച്ചിച്ച് തുടങ്ങട്ടെന്ന്. ആയിക്കോട്ടെ, പച്ചിച്ചിട്ട് പിന്നെ ചുമപ്പിച്ചിട്ട് പിന്നെ വെളുപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നേ. ഇവിടെ കുറേ അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വറുത്ത് കോരി എണ്ണയ്ക്കകത്ത് മുക്കി കുളിപ്പിച്ച് റെഡിയാക്കി അവനെ ഇരുത്തിയിട്ടുണ്ട്. എന്തിനാണെന്നോ, അതൊക്കെ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോഴേ ഇത് മാത്രമല്ല എൻ്റെ അച്ചാച്ചൻ്റെ കഷ്ടപ്പാട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ആള് ഓടി വന്ന് മണ്ടേ കയറിയിട്ടുണ്ട്. അച്ചാച്ചനെ പാവം അച്ചാച്ചൻ കൊച്ചിനെ എടുത്തുകൊണ്ട് നിന്ന് വേണം ഇതൊക്കെ ഇളക്കാൻ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഒരു ഭാര്യയുള്ളത് ഇങ്ങനെ, എന്ത് ചെയ്യാനാ? അതെ, ആ ഡയലോഗ് പറഞ്ഞപ്പോഴേ ഒരു ഡയലോഗ് തിരിച്ചടിച്ച് ആക്രിക്കാർ വന്ന് ചോദിച്ചിട്ട് കൊടുക്കാതെ നിർത്തിയേക്കുന്നതേ കൂടുതൽ വിലയുണ്ടായിട്ടൊന്നുമല്ല, ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ സഹായത്തിന് ഇരിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടോ, അപ്പം ഞാൻ അറിയാഞ്ഞിട്ടാണോ? കണ്ടോ, എൻ്റെ അരിയലിൻ്റെ സ്പീഡ് കണ്ടാലറിയാം ഞാൻ എന്തുമാത്രം ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. തക്കാളി അരിഞ്ഞ് ഞാനീ പാവം. അപ്പോഴേക്കേ ചോറും റെഡിയാക്കി. ഇനി അടുത്തതായിട്ടേ ഫാബ്രിക്കേറ്ററിൻ്റെ മാസ്റ്റർ പീസ് ഡിസൈൻ വർക്ക് തകർക്കുന്നുണ്ട് അവിടെ. നടക്കട്ടെന്നേ, എന്തായി തീരുമെന്ന് നമുക്കൊന്ന് കാണണ്ടേ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അതെ, ഉരുളി അടുപ്പത്ത് കിടന്ന് ചൂടാവുന്നുണ്ട്. ഡിസൈൻ ചെയ്തിട്ടേക്കുന്ന സാധനങ്ങൾ അതുപോലെ അതിനകത്തുണ്ട്. ഇനി മാഷ് ചോറെടുക്കാൻ പോയതാ, മുങ്ങിയതല്ല കേട്ടോ. അയ്യോ അല്ല, അതിൻ്റെ ഇടയ്ക്ക് എവിടുന്നോ പോയി കുറേ കാടും ചപ്പും പടപ്പും ഒക്കെ പറിച്ചുകൊണ്ട് വന്ന് അരിഞ്ഞു കൂട്ടിയിട്ടുണ്ട്. എന്തിനാണെന്നോ, അതിനകത്ത് കിടക്കട്ടെന്നേ. ഒരു രസം. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങളുടെ അച്ചാച്ചൻ റെഡിയാണ്. അതെ, ആണ്ടിലൊരിക്കൽ മാത്രം കയറിയിട്ട് ഒരു പഞ്ച് ഡയലോഗും, അത് അവിടെ വെച്ചാൽ കൊള്ളത്തില്ല, ഇത് ഇവിടെ വെച്ചാൽ കൊള്ളത്തില്ല, നിങ്ങൾ എന്ത് പരിപാടിയായി കാണിക്കുന്നതെന്നൊക്കെ. ചോറ് കുടഞ്ഞിട്ടുന്നത് ഇത്ര വലിയ ആനപ്പണിയാണോ? ഞാനിട്ടേനല്ലോ ഒന്ന്. എന്നെ അടുപ്പിക്കാറില്ല കേട്ടോ, ചുമ്മാ കാണാൻ മാത്രം. ഒരു സെറ്റ് ചോറിട്ടിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും നമ്മൾ കുറേ സാധനങ്ങളിങ്ങനെ നികത്തി ഇങ്ങനെ അങ്ങോട്ട് ഭാരിയിടുന്നുണ്ട്. എന്തിനാണെന്നല്ലേ, എനിക്കും അറിയത്തില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം എന്തിനാ ഇട്ടേന്ന്.
അങ്ങനെ അതും ചിക്കി ചിക്കി ചിക്കി. അല്ല, എന്തിനാ ഈ ചോറിന് കിള്ളിയിട്ട് കൊടുക്കുന്നേ? ആ, അതും എനിക്കറിയില്ല. പിന്നെയും വാരിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി. ആ, കൊള്ളാം. ആ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കടിക്കാമല്ലോ. ഇതാ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളി, ഇതെല്ലാം നെയ്ക്കകത്ത വഴറ്റി വെച്ചേക്കുന്നേ. നെയ്യ് ചുമ്മാ കിട്ടുന്നൊന്നുമല്ല കേട്ടോ, പുള്ളി തന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യം അറിയേണ്ട കാര്യമില്ല. ഇതാണ്ടേ വീണ്ടും ബാക്കി ചോറോട് ഇട്ട് ഒരു 2 ലെയർ ഡിസൈൻ കഴിഞ്ഞ് കേട്ടോ. ഞങ്ങളുടെ ഫാബ്രിക്കേറ്ററേ അങ്ങനെയാണ്, ഡിസൈൻ ചെയ്തുള്ള വർക്കുകളേ ഉള്ളൂ. അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മാസ്റ്റർ പീസാണ്. ആടുതോമയുടെ ചെറിയ ചെറിയ പരിപാടികളോട് ഉള്ളതുകൊണ്ടേ എല്ലാം സെറ്റായി നടക്കും. എന്തായാലും തട്ടിക്കുട്ടി അതിനകത്തിലെ ഒരു ചോറ് പോലും വിടാതെ കുടഞ്ഞിട്ടിട്ടുണ്ട്. ബാക്കി വന്നത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ തട്ടിക്കൊട്ടാൻ. നീയാകുമ്പം അരിപ്പ മുതലല്ലേ, അരിപ്പേന്ന് മൊത്തം ഇങ്ങ് പോന്നോളൂന്ന്. ആയിക്കോട്ടെ, ഞാൻ അങ്ങനെയാണ്. ഞാനെന്താ ചെയ്യുക? എന്തായാലും അതും വലിച്ചു വാരി അതിനകത്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ദാ അരിപ്പയിലിരിക്കുന്ന സാധനം മൊത്തത്തിൽ കുടഞ്ഞിടേണ്ടതേ എൻ്റെ പണിയല്ലേ. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ തരും അത്. ഇനിയും നമുക്കെന്താ പരിപാടി എന്നല്ലേ. ഇതാണ്ടേ തട്ടിക്കുടഞ്ഞ് പാത്രം നക്കി തുടച്ച് അതിനകത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ കിള്ളിയിട്ട് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ആഹാരം ഉണ്ടാക്കുന്നതേ. കിള്ളി ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അത് കിള്ളിയല്ല കേട്ടോ, ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ 3 ലെയർ ഇട്ട സാധനങ്ങൾ ചോറും തമ്മിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴേ ഏതാണ്ടൊരു അവിയൽ പരുവത്തിൽ കിട്ടും. ആ അവിയൽ പരുവാണ് നെയ്ക്കകത്ത് മുക്കിയെടുത്ത നമ്മുടെ സ്വന്തം ഫ്രൈഡ് റൈസ്. ഇനി ആരും കഴിച്ചില്ല, കണ്ടില്ല, കേട്ടില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചിന്ത. ആയിരിക്കുമല്ലേ? ആർക്കറിയാം. എന്നതായാലുവേ എല്ലാവരും വണ്ടിയും വിളിച്ച് പോരാൻ നിൽക്കണ്ട. ഇത് തീർന്നു. കുറേ ദിവസത്തിന് മുമ്പത്തേതാ, ഇന്നാ ഇട്ടതെന്നുള്ളതേ ഉള്ളൂ. സമയം ഒരുപാടുള്ളതുകൊണ്ടേ എനിക്കിതാ പറ്റുള്ളൂ. അത്രയൊക്കെ തൽക്കാലം ഒപ്പിച്ചു കൂട്ടിയിട്ടുണ്ട്. അന്നേരത്തേക്ക് ആളങ്ങ് മെഗാസ്റ്റാറായി കേട്ടോ. എന്തോ വലിയ കാര്യം സാധിച്ച ലക്ഷണം. ശരിയാ, എന്തൊക്കെയോ സാധിച്ച്. ബാക്കി ഇരുന്ന സാധനം തട്ടിക്കൂട്ടി അതിനകത്തിട്ടിട്ടുണ്ട്. ഒറ്റ കുരുമുളക് പോലും എങ്ങും പോവാതെ അതിൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് കയറ്റി എന്നെ തിട്ടിട്ടുണ്ടേ. എല്ലാം എല്ലാം. അപ്പം നോക്കിക്കേ, ഇതെന്താ പയറ് കഞ്ഞിയോ? അല്ല കഞ്ഞിയല്ല, റൈസ്. ഇനി അവസാനമായിട്ട് ഒരു കൊച്ചു കുപ്പിയിലിരുന്ന് നെയ്യും കുടഞ്ഞ് അതിനകത്തിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ടാന്ന് മൊത്തത്തിൽ നെയ്മയത്തിൽ കിടക്കട്ടെന്നേ. അങ്ങനെ എല്ലാ സകല പരിപാടികളും കഴിഞ്ഞ് ഇനിയും കലാശക്കൊട്ടാകട്ടോ. എസൻസ് ഒഴിക്കണ്ടേ? അതുകൊണ്ട് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചങ്ങോട്ട് പീഡിപ്പിക്കണമെന്നേ. അപ്പോഴാണ് ശരിക്കും ഫ്രൈഡ് റൈസിൻ്റെ മണം വെളിയിലിറങ്ങത്തുള്ളൂ. ഒരുമാതിരി അല്ലെങ്കിൽ എന്തോ പോലാണെന്നേ. അങ്ങനെ ആ ഒഴിക്കുന്നതിൻ്റെ സ്റ്റൈലുണ്ടോ, മൊത്തം അതിനകത്ത് കമത്തുമെങ്കിലും ഇങ്ങനെ ഒഴിക്കൂ. കണ്ട എന്തല്ലേ, എന്തൊരു കഴിവായതല്ലേ. അങ്ങനെ ആ ഒരു കുപ്പി മൊത്തം കാലിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി പച്ചലയാണ് പച്ചിച്ചു തുടങ്ങിയതിൻ്റെ പച്ചിപ്പിലുള്ള അവസാനം. അങ്ങനെ അതും വാരി കുത്തനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചലയല്ല കേട്ടോ, ഇതാണ് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും. അയ്യത്ത് പോയി പറിച്ചുകൊണ്ട് വന്നതല്ല, കടയിൽ പോയി കാശ് കൊടുത്ത് വാങ്ങിച്ചത് തന്നെയാണ്. വാരി ഇടുന്നത് കണ്ടാൽ തോന്നും എന്തോ ആണെന്ന്. അല്ല, ഇനിയാണ് അച്ചാച്ചൻ്റെ അടാറൈറ്റം. മിക്സ് വെൽ. ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊളിപ്പിച്ചെടുത്ത് ഈ പരുവത്തി പാത്രത്തിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. എന്തല്ലേ, എന്ത് പെട്ടെന്നല്ലേ. അങ്ങനെ 2 പാത്രങ്ങളിലായിട്ട് സാധനങ്ങൾ റെഡി. അപ്പോൾ പിന്നെ പപ്പടം വേണ്ടേ, സലാഡ് വേണ്ടേ, അച്ചാർ വേണ്ടേ, ചിക്കൻ വേണ്ടേ, അതും ഇങ്ങ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാമായിട്ടേ ഒരാൾക്ക് കഴിക്കാൻ കൊടുത്തു. ഇത്രയും സാധനങ്ങളും കൂട്ടി കഴിച്ചു വരുന്ന പാത്രം കണ്ട് നിങ്ങളാരും ഞെട്ടാൻ നിൽക്കണ്ട. ഇതൊക്കെ ഇതിനകത്തുള്ളതാണെന്നേ. ഇതിനകത്തിട്ടിരിക്കുന്ന സാധനങ്ങൾ മൊത്തം മല പോലെ കൂട്ടി മാറ്റി ചെകഞ്ഞ് മാറ്റി ഞങ്ങളുടെ കോഴിക്കുഞ്ഞ് മാറ്റി വെച്ചേക്കുന്നത് കണ്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ എന്ത് ഔഷധ ഗുണമുള്ള സാധനം ഇട്ടാലും ഇത് പ്ലേറ്റിൻ്റെ സൈഡിലിരിക്കാനാകട്ടോ. അങ്ങനെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കണ്ട. ദിയാ ധനഹ. താങ്ക് യു.